ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുർത്തിയുടെ ഡിസൈനർ നെക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാം എങ്ങനെയാണ് കുർത്തി കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് ഈ നെക്ക് കട്ട് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെക്കൊന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്യണം. നമ്മൾ സാധാരണ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 3.25 നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ നെക്ക് ലെങ്ത്താണ്. എത്രയാണോ നെക്ക് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് 5.5 വേണ്ടത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. ഞാൻ റൗണ്ടിനേക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് റൗണ്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിന് പുറമേക്ക് നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച കുർത്തീൻ്റെ റോങ് സൈഡിൽ നമുക്കിതൊന്ന് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചു കൊടുത്തതിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്നിട്ടിതൊന്ന് കർവ് ചെയ്ത് വരച്ചിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാൻവാസ്, അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ക്യാൻവാസ് പീസാണ് വേണ്ടത്. ഏകദേശം ഒരു 3 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് ഇറക്കമുള്ള ഒരു ക്യാൻവാസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് 1/2 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിവിടെ മാർക്ക് ചെയ്ത് നമുക്കിതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴത്തേക്ക് നമ്മൾ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് 8 ഇഞ്ച് കിട്ടി, അവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കുക. അതായത് 1 ഇഞ്ച് ആയിരിക്കണം. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചിൻ്റെ വീതിക്കാണ് നമ്മൾ ഈ ഒരു ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസ് പീസ് നമുക്കൊരു തുണിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അയൺ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് നമുക്ക് ഇതേപോലെ ഒരു പീസിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ക്യാൻവാസ് നമ്മൾ 2ആക്കി കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 2ആക്കി കട്ട് ചെയ്ത് ഇനി ഇങ്ങനെ ഒരു ക്ലോത്തിൻ്റെ ചീത്തവശത്ത് വെച്ച് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനൊരു ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു
ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് ഈ പീസസാണ് ഇനി നമ്മൾ നെക്കിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മിഡിലൊന്ന് കാണുക, എന്നിട്ട് അവിടെ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് നമ്മൾ കുർത്തി, അതായത് കുർത്തിയുടെ നെക്കിനും ഇതേപോലെ ഒരു ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് മിഡിൽ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വി പോയിൻ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ സ്ലാഷസ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മറിച്ചെടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അയൺ ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്താണ്. നമുക്കിതിന് സൈഡിൽ നമുക്ക് ലേസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലേസാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് ഈവൻ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു നെക്കാണ്. അപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തി പതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച നെക്ക്, അതായത് നമ്മൾ റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഇതിൻ്റെ ക്യാൻവാസ്, അതായത് അതിൻ്റെ എഡ്ജ് ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഈവൻ മറ്റേ പീസിലും ഇതേപോലെ ചെയ്യണം. നമ്മളുടെ കുർത്തീൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു സൈഡ് നമ്മൾ ഈ ഒരു എൻഡിലെത്തുമ്പം നമുക്കിതൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. ഈ ഒരു പോർഷൻ എത്തുമ്പം കണ്ടോ, ഇവിടെ എത്തുമ്പം നമ്മളിത് മടക്കി 2 മടക്കാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമുക്ക് ഇതിനും ചെറിയ സ്ലാഷസ് ഇട്ട് കൊടുത്ത് നമുക്ക് മറിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നെക്കാണിത്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിനകത്ത് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു നെക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.